go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. Hi everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ ക്രിസ്മസിന് ഞാൻ ട്രൈ ചെയ്ത ഒരു സിമ്പിൾ ഈസി മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, നല്ല ഗ്ലോയി ഡൂയി ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇപ്പോൾ ന്യൂ ഇയർ വരാൻ പോവാണ്, അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടീസൊക്കെ വരുമ്പോൾ അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഞാൻ പുതിയ നെയിൽ പോളിഷ് വാങ്ങി, സുഡിയോന്നാണ് കേട്ടോ വാങ്ങിയത്. നല്ല ക്വാളിറ്റി നെയിൽ പെയിൻറ്റ്സ് ആണ്. 69 റുപ്പീസ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളി നെയിൽ പെയിൻറ്റ്സ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള നെയിൽ പെയിൻറ്റ്സ് ഞാൻ സുഡിയോന്ന് വാങ്ങിയതാണ്. ഈ ടോപ്പും വന്നിട്ട് സുഡിയോന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അത് തന്നെ ഞാൻ എൻ്റെ ഫേസ് മോയ്സ്ചർ ചെയ്യാൻ പോവാണ്, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ലോട്ടസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. എല്ലാ വീഡിയോസിലും സെയിം സ്റ്റെപ്സ് തന്നെ ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങൾക്കും ബോറടിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. നമുക്ക് ഇടയ്ക്ക് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത് വന്നിട്ട് ഞാൻ പ്രോപ്പർ കംപ്ലീറ്റ് സ്റ്റെപ്പ് മേക്കപ്പ് ലുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇടയ്ക്ക് സ്റ്റെപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ ചെയ്തിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. ഓക്കെ, ഞാൻ അതിനുശേഷം അൺഡ്രൈ പ്രൈമർ എന്ന് വേണമെങ്കിലും പറയാം, അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ അൺഡ്രൈസ് കുറച്ച് കുറച്ച് ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആൻഡ് സപ്ലൈറ്റിരിക്കും. അപ്പോൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ ക്രിസ്മസ്? ഇപ്പോൾ നിങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ന്യൂ ഇയർ പ്ലാൻസ് ഒക്കെ എന്തുണ്ട്, എങ്ങനെയാണ്, എവിടെയാണ് എന്നൊക്കെ താഴെ വന്നിട്ട് കോമെൻറ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് ആഘോഷിക്കുക, അതാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, കസിൻസിൻ്റെ കൂടെയൊക്കെ ഒന്ന് പോയി ആഘോഷിക്കണം എന്നുണ്ട്. മേ ബി ഇറ്റ് വിൽ ഹാപ്പൻ, നോക്കാം. അപ്പോൾ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ ഐബ്രോ കിറ്റാണ്. അതിലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡുണ്ട്, അത് വെച്ചിട്ട് ഞാനൊന്ന് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞാൽ മതി, ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഐബ്രോസും അത്യാവശ്യം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഐ ഷാഡോ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് 2 ഷാഡോസ് വെച്ചാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ 3-4 കളറൊക്കെ വെച്ച് ചെയ്താലും എൻ്റെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും ഇത്രയും സ്റ്റെപ്പൊന്നും ചെയ്ത് ഒരിടത്തും പോകാൻ പോകുന്നില്ല. അതെനിക്ക് നല്ലതുപോലെ അറിയാം. നമ്മൾ സിമ്പിളായിട്ട് പോകുന്ന കുട്ടികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഞാനും അങ്ങനെ ഒരാളാണ്. അപ്പോൾ അവർക്ക് ഈസി ആവുന്ന രീതിയിലുള്ളൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ട്രാൻസിഷൻ ഷെയ്ഡാണ് സംഭവം. അത് വെച്ചിട്ട് തന്നെ ഔട്ടർ ഏരിയയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ലിഡ് ഏരിയയിൽ ഞാനൊരു ഷിമ്മർ ഷെയ്ഡ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ലുക്കാണ് നമുക്കിതിൽ കിട്ടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3-4 കളേഴ്സൊക്കെ ആഡ് ചെയ്യാം. അങ്ങനത്തെ ലുക്ക് നമുക്ക് വേറെ ചെയ്യാം. ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ലൈനർ വരച്ചു കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് ഭയങ്കര വിങ്ഡ് ലൈനർ ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ദ പ്രോബ്ലം ഈസ് ഞാൻ എക്സ്ട്രാ ലോങ് ആയിട്ടുള്ളൊരു വിങ് വരച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫേസിന് എത്രത്തോളം മാച്ച് ആവുമെന്ന് എനിക്കറിയില്ല. സോ അതുകൊണ്ട് ഞാനൊരു ചെറിയ വിങ്ങിൽ ഒതുക്കി. ഓക്കെ, എനിക്ക് എൻ്റെ വിങ് വരച്ചാലും അത് കണ്ണ് തുറക്കുമ്പോഴത്തേക്കും അത് അതിൻ്റെ അകത്ത് ഹൈഡായി പോകുന്ന രീതിയിലുള്ള കണ്ണാണ് എനിക്കുള്ളത്. സോ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ വിങ് ലൈനർ വരച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടാവും, നിങ്ങൾ കാണുന്നുണ്ടാവും. Up and down from across the room. Damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my heart erase, so catch me if I fall.
ചെറിയ വിങ്ഡ് ഐലൈനർ ആണ് വരച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നല്ല ക്ലീൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഒരു കൺസീലർ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു ബ്രഷിൽ കുറച്ച് കൺസീലർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയ വിങ്ഡ് ലൈനർ ആയാലും നല്ല ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് വേണമെങ്കിൽ ചെയ്താൽ മതി, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുറച്ചുകൂടി നല്ല ക്ലീൻ ലുക്ക് വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, feel good, you look great, I like you, I can't wait, a first time, a first date, you're so fine. അപ്പോൾ അടുത്ത ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്ന വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എവിടെ പോവുകയാണെങ്കിലും യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് നമ്മുടെ മസ്കാര. ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര വന്നിട്ട് ലോറൈൻ്റെ ലാഷ് പാരഡൈസ് മസ്കാരയാണ്. നല്ല വോളുമിനസ് ലാഷസ് കിട്ടുന്നൊരു മസ്കാരയാണ് കേട്ടോ. ഞാൻ വേറൊരു സ്പൂളി ബ്രഷ് എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ അങ്ങനെ ശീലിച്ച് പോയത് കൊണ്ട് ചില സമയങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, ചില സമയങ്ങളിൽ ഞാൻ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ മറ്റേ ലാഷസ്, ഫോൾസ് ലാഷസ് വെക്കുന്നുണ്ട്, അതിപ്പോൾ വെക്കില്ല, ലാസ്റ്റേ വെക്കുന്നുള്ളൂ കേട്ടോ. ഫേസിൽ ഞങ്ങൾക്ക് കുറച്ച് പാടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ HD കൺസീലർ, ഏതിൻ്റെ എല്ലുകളിൻ്റെ HD കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അണ്ടർ ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പീച്ചാണ് ഷെയ്ഡ്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, എന്തോ ഈ അപ്ലൈ ചെയ്തിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇത് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. എൻ്റെ ഫേസിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പീച്ച് ഷെയ്ഡാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ നമ്മുടെ കൺസീലറും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത പീച്ച് കൺസീലർ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു മീഡിയം ഷെയ്ഡ് കൺസീലറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ എക്സാക്റ്റ് ഷെയ്ഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു കൺസീലർ ഞാൻ ഡെയിലി ബേസിസിലും യൂസ് ചെയ്യുന്ന ഒരു കൺസീലറാണ്. ഇതിന് കുറച്ചെടുത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവും. അങ്ങനെയാണ് ഞാൻ നോർമലി ചെയ്യാറ് കേട്ടോ. അപ്പം അതും ഞാൻ ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചില സ്റ്റെപ്പുകൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ്. എക്സ്ട്രാ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ മേക്കപ്പ് ലുക്കിലുള്ള എല്ലാ സ്റ്റെപ്സും ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ ചില സ്റ്റെപ്സ് മാറ്റിയിട്ടാണ് ഈ ഒരു ലുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ വന്നിട്ട് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ്. ഷെയ്ഡിൻ്റെ പേര് വന്നിട്ട് സാൻഡ് അങ്ങാണ്ടെയാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മയിൽ സാൻഡാണ്. ഞാൻ ഇപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഷെയ്ഡാണെങ്കിൽ നിങ്ങൾക്കും അതേ ഷെയ്ഡ് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അതും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ബ്രഷ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രഷാണ്. ഭയങ്കര സ്റ്റേഡി ആയിട്ടുള്ള ബ്രഷൊന്നും അല്ല, എന്നാലും അത്യാവശ്യം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രഷാണ്. നിങ്ങളൊരു ബിഗിനറാണ്, ഒരു മേക്കപ്പ് ബ്രഷ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയൊരു ബ്രഷാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ക്രീം ബ്ലഷാണ് യൂസ് ചെയ്തത്. ക്രീം ബ്ലഷ് വന്നിട്ട് കെ ബ്യൂട്ടിയുടെ ബ്ലഷ് തന്നെയാണ്. നല്ലൊരു കോറൽ ഷെയ്ഡാണ്. അതും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ കണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മേക്കപ്പ് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കണമല്ലോ നിങ്ങൾ ഇതുവരെ കണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മേക്കപ്പുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്? ചിലർക്ക് മേക്കപ്പ് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ പോലെയാണ്. ചിലർക്ക് മേക്കപ്പ് ഇടാൻ ഇഷ്ടമാണ്, ചിലർക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കും എങ്ങനെയാണ് മേക്കപ്പുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻ എങ്ങനെയാണ് എന്നുള്ളത് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്കെന്ന് പറയുന്നത് പേഴ്സണലി മേക്കപ്പ് ഡെയിലി ബേസിസിൽ ഭയങ്കരമായി ചെയ്യാൻ ഇഷ്ടമുള്ള ആളല്ല. എന്നാലും എനിക്ക് ചെയ്തു കൊടുക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പല്ല, ഇനിയും സ്റ്റെപ്പുകളുണ്ട്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മൾ ഡൂയി മേക്കപ്പ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡൂയി ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല. ഈ ഒറ്റ പ്രോഡക്റ്റിലാണ് ആ ഒരു ഗ്ലോയി ലുക്ക് വരുന്നത്. അപ്പം പാക്കിൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്തത്.
സെയിം പൗഡർ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തത് ഏതായിരുന്നു, ഷുഗർ ലിപ്സ്റ്റിക്കാണ്, മിനി ലിപ്സ്റ്റിക്കാണ്. അത് 3 ഷെയ്ഡ് എന്തോ വരുന്ന ഒരു ലിപ്സ്റ്റിക് സെറ്റിൽ ഒരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് നെയിം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. പക്ഷേ അതെനിക്ക് എൻ്റെ ഫേസ് എന്തോ ഒരു ഭംഗിയുള്ളതായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് വേറൊരു ഷെയ്ഡും കൂടെ ചേർത്തിട്ടാണ് ഫിനിഷ്ഡ് ലുക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ. ഇത് ഏത് ബ്രാൻഡാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇത് സെറ്റ് ഓഫ് ലിപ്പ് ലൈനേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ചു. ഐ മാജിക്കിൻ്റെ സെറ്റ് ഓഫ് ലിപ്പ് ലൈനേഴ്സിൽ ഒരു ലിപ്പ് ലൈനറാണ്. ഐ മാജിക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതൊരു പ്രൊഫഷണൽ ബ്രാൻഡെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഭയങ്കര വിലയുള്ളതൊന്നുമല്ല. എന്താ അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയൊരു ലിപ്പ് ലൈനറാണ്. അതും ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ലിപ്സിലൊന്നും ബ്ലെൻഡ് ചെയ്ത് കൂടെ മിക്സ് ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഷെയ്ഡ് ചെറുതായിട്ടൊന്ന് ഡാർക്കനായ പോലെ തോന്നുന്നുണ്ടാവും. എന്നാലും നമ്മുടെ മേക്കപ്പ് ലുക്കുമായിട്ട് അത്യാവശ്യം ബ്ലെൻഡായി പോകുന്ന രീതിയിലാണ് നമുക്ക് നമ്മുടെ ലുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് ഐ ഷാഡോ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ലോവർ ലാഷസിൽ കുറച്ച് മസ്കാരയും കൂടെ വേണം തോന്നിയിട്ട് ഞാൻ കുറച്ച് മസ്കാരയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളൊരു പാർട്ടി ലുക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്ലിറ്റേഴ്സൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. കണ്ണിലാണെങ്കിൽ ഗ്ലിറ്റേഴ്സൊക്കെ യൂസ് ചെയ്യാം. എന്നാലും അധികം ഗ്ലിറ്റേഴ്സ് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഗ്ലിറ്ററും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാലറ്റിൽ ഫസ്റ്റ് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിന് താഴെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ലാഷ് ഗ്ലോ ഒക്കെ ഗ്ലിറ്റർ ഗ്ലോ ഒക്കെ വേണമായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്ലിറ്റർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ലിപ്സിൽ കുറച്ച് ഗ്ലോസും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഗ്ലോസി ലിപ്സ്, ഷിമറി ഐ ഷാഡോ. നമ്മുടെ ഫേസ് ഭയങ്കര ഡ്യൂ ആയിട്ടിരിക്കുന്ന ലുക്സാണ് ഇപ്പോഴത്തെ ട്രെൻഡിലുള്ളത്. നിങ്ങൾ ഏത് ലുക്സ് എടുത്തു കഴിഞ്ഞാലും, സെലിബ്രിറ്റീസിൻ്റെ ഏത് ലുക്സ് എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ലുക്ക്. ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.